ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് ഇന്ത്യയിലെ തന്നെ ദ ബെസ്റ്റ് മോട്ടോർ സൈക്കിൾസിൻ്റെ ഇലക്ട്രിക് സെഗ്മെൻറ്റാണ്. അത് ഏതൊക്കെയാണെന്ന് ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. അത് എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്ന രണ്ട് വണ്ടികൾ എന്ന് പറയുന്നത് ഒലയും എയ്തറും തന്നെ ആയിരിക്കും. അപ്പോൾ ആ വണ്ടികളാണ് നമ്മുടെ ഉള്ളത്. അപ്പോൾ എൻ്റെ ഈ റൈറ്റ് സൈഡിൽ ഇരിക്കുന്നത് എയ്തറിൻ്റെ 450X HR എന്ന് പറയുന്ന വേരിയൻ്റാണ്. അതായത് ഹൈ റേഞ്ച് മോഡൽ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന എയ്തറിൻ്റെ 450X മോഡലാണ്. നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്നത് പറഞ്ഞാൽ ഒല S1 Pro എന്ന് പറഞ്ഞ വേരിയൻ്റാണ്. ഇത് Gen 2 ആണ്. അതും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പം കറൻ്റ്ലി എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മോഡലാണ്. അപ്പം ഈ രണ്ട് വണ്ടിയുടെ കമ്പാരിസനായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് വെച്ച് താമസിക്കണ്ട, ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. അപ്പോൾ നമുക്ക് ആദ്യം എയ്തർ 450Xൽ നിന്ന് പറഞ്ഞു തുടങ്ങാം. അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞത് ഇത് HR എന്ന് പറയുന്ന വേരിയൻ്റാണ്. അതായത് ഹൈ റേഞ്ച് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ കൂടുതൽ റേഞ്ച് കിട്ടും. നമുക്ക് സിംഗിൾ ചാർജിൽ പോകാൻ പറ്റുന്ന കിലോമീറ്റർ പഴയ എയ്തറിനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ എയ്തറിന് കൂടുതലായിരിക്കും എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് തന്നെ സംസാരിച്ച് തുടങ്ങാം. ഏതൊരു നോർമൽ നമുക്കൊരു സ്കൂട്ടി വെച്ച് നോക്കുകയാണെങ്കിൽ ആ സെയിം രീതിയിൽ തന്നെയാണ് എയ്തറിനെ ഇപ്പം കമ്പനി നമ്മുടെ മുമ്പിലോട്ട് അവതരിപ്പിക്കുന്നത്. നമുക്ക് നോർമലി ഫ്രണ്ടിൽ കാണാവുന്ന ഒരു സ്ലീക്ക് ടൈപ്പ് ഹെഡ് ലാമ്പും അല്ലെങ്കിൽ നോർമലി എല്ലാ വണ്ടിക്കും വരുന്ന ടൈപ്പിലുള്ള ഇൻഡിക്കേറ്ററും കാര്യങ്ങളും ഒക്കെ ഒരു ബേസിക് സംഭവങ്ങളാണ് എയ്തറിൽ വന്നേക്കുന്നത്. പക്ഷേ നമ്മളിപ്പോൾ ഓലയുടെ ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ ഒരു ഫ്യൂച്ചറിസ്റ്റിക് റോബോട്ടിക് ഹെഡ് എന്നൊക്കെ തോന്നിക്കുന്ന രീതിയിലാണ് ഓലയുടെ ഫ്രണ്ട് വന്നേക്കുന്നത്. ഈ ഒരു ഹെഡ് കാണുവാണെങ്കിൽ നമുക്കൊരു റോബോട്ടിൻ്റെ തല പോലെ തോന്നും എന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് തന്നെയാണ് എനിക്കും തോന്നുന്നത്. നമുക്കൊരു റോബോട്ടിൻ്റെ തല ഒരു DRലാണ് ഇത് പോകുന്നത്. DRലും പിന്നെ രണ്ട് പ്രൊജക്ടർ LED ലാമ്പുമാണ് വന്നത്. പക്ഷേ നമുക്ക് എയ്തറിൽ നമുക്ക് പ്രൊജക്ടർ LED ലാമ്പൊന്നും വരുന്നില്ല. നോർമലി ഉള്ള ബൾബ് തന്നെയാണ് വരുന്നത്. പക്ഷേ ഇത് നമുക്ക് ഓലയിൽ നമുക്കിപ്പോൾ ഒരു LED ഹെഡ് ലാമ്പ് യൂണിറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഫ്രണ്ട് പോർഷൻ എന്ന് പറയുമ്പം ഓലയിൽ ഈ ഒരു സിംഗിൾ പോർഷനാണ്. പക്ഷേ നമുക്ക് എയ്തറിൻ്റെ ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ പല കട്ട് പീസും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഒരു രീതിയിലാണ് എയ്തറിൽ വന്നത്. അതായത് അത് നമുക്ക് യൂസ് ആവുന്നതെന്ന് പറഞ്ഞാൽ ഒരു ക്രാഷോ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം പറ്റുമ്പം ഈ എയ്തറിൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഒരു 3-4 എക്സ്ട്രാ പീസസ് ഫിറ്റ് ചെയ്തിരിക്കുന്ന രീതിയിലാണ് ഓലയുടെ ഫ്രണ്ട് വന്നത്. അപ്പം നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു ക്രാഷ് പറ്റി ഈ ഒരു പീസ് മാത്രം പൊട്ടുവാണെങ്കിൽ നമുക്ക് ഈ ഒരു പീസ് മാത്രം ചേഞ്ച് ചെയ്യുന്നത്. പക്ഷേ ഓലയുടെ കാര്യത്തോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഫ്രണ്ട് ഭാഗം ഫുള്ള് ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും. അടുത്ത നമുക്ക് സസ്പെൻഷൻ്റെ ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒലയുടെ ആണെങ്കിലും എയ്തറിൻ്റെ ആണെങ്കിലും ബാക്കിൽ വരുന്ന മോണോഷോക്ക് സസ്പെൻഷൻ തന്നെയാണ്. പക്ഷേ നമ്മളിപ്പം ഒലയുടെ ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു നേരത്തെ വന്നുകൊണ്ടിരുന്നത് സിംഗിൾ സൈഡ് ഷോക്ക് അബ്സോർവർ ആയിരുന്നു. പക്ഷേ ഇപ്പം ടെലിസ്കോപ്പിക് ആണ് ഒലയുടെ ആണെങ്കിലും എയ്തറിൻ്റെ ആണെങ്കിലും നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ടയറിൻ്റെ ഭാഗത്തോട്ട് വരുന്നത് നമുക്ക് ഒലയിലാണെങ്കിലും എയ്തറിലാണെങ്കിലും രണ്ടും ഒരേ ടയർ പ്രൊഫൈൽ തന്നെയാണ് വരുന്നത്. നമുക്ക് ഫ്രണ്ടിലാണെങ്കിൽ 110/70/12 ബാക്കിൽ വരുന്നത് 90/12 ആണ് നമുക്ക് ടയർ സൈസ് വരുന്നത്. പക്ഷേ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഇപ്പം എയ്തറിൻ്റെ കാര്യത്തിൽ ടയർ പ്രൊഫൈൽ ഒരു ചേഞ്ച് സെയിം സൈസും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഈ വീതി നമ്മുടെ ഒലയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ എയ്തറിന് കുറവാണ്. ഇപ്പോൾ ഒലയിൽ നമുക്ക് ആ വീതിയുടെ അഡ്വാൻറ്റേജ് നമുക്ക് ഒരുപാട് കിട്ടുന്നുണ്ട്. ഈ ഒരു വീതി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടെ ടയറിന് ഒരു റോഡ് പ്രസൻസും അല്ലെങ്കിൽ നമുക്കൊന്ന് ബ്രേക്ക് പിടിക്കുന്ന സമയത്താണെങ്കിലും നമുക്ക് റോഡിൽ കുറച്ചുകൂടെ ഗ്രിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ ഈ എയ്തർ 450X ഓടിക്കുന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്ത സംഭവമാണ് ഞാൻ ഒരു ഹൈ സ്പീഡിൽ വന്നു. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ വാർപ്പ് മോഡ് എന്ന് പറയുന്നത് ഹൈ പെർഫോമൻസ് മോഡുണ്ട്. അപ്പോൾ ആ മോഡിൽ വന്ന് ഞാൻ വണ്ടി നല്ലൊരു സ്പീഡിൽ വന്ന് ബ്രേക്ക് പിടിക്കാൻ നോക്കുകയാണെങ്കിൽ ഫിഷ് ടെയിൽ ചെയ്യുന്ന പോലൊരു സംഭവം എനിക്ക് തോന്നി. എന്ന് പറഞ്ഞാൽ ബാക്ക് വശം ഇങ്ങനെ ഒലയുന്നൊരു സംഭവം. ആ ഫിഷ് ടെയിൽ ചെയ്യുന്ന സംഭവം നമുക്ക് ഈ ടയർ സൈസ് കൂടുതലായിരുന്നെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല എന്ന് എനിക്ക് ചില സമയത്ത് തോന്നിയിട്ടുണ്ട്. അടുത്ത നമ്മൾ ബ്രേക്സിൻ്റെ സെക്ഷനിലോട്ട് പോകുകയാണെങ്കിൽ നമുക്ക് ഒലയിലാണെങ്കിലും എയ്തറിലാണെങ്കിലും രണ്ടും നമുക്ക് 200mm ഡിസ്ക് ബ്രേക്സ് തന്നെയാണ് ഫ്രണ്ടിൽ അവൈലബിൾ ആയിട്ടുള്ളത്. പക്ഷേ നമുക്ക് എയ്തറിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു 190mm ഡിസ്ക്കാണ് ബാക്കിൽ വരുന്നത്. പക്ഷേ നമുക്ക് ഓലയിൽ നമുക്ക് 180mm ആണ് ബ്രേക്ക് അവൈലബിൾ. പക്ഷേ നമ്മുടെ ഓലയിൽ ഞാനിപ്പോൾ നോക്കിയപ്പോൾ അതിൻ്റെ ബ്രേക്ക് മാനുഫാക്ചറിങ് കമ്പനി ഏതാണെന്നോ അതിനകത്ത് മാർക്ക് കിട്ടില്ല. പക്ഷേ നമുക്ക് എയ്തറിൽ നോക്കുമ്പോൾ കാണാം നമുക്ക് ഇവിടെ ഐബ്രി എന്ന് പറയുന്ന ബ്രാൻഡ് നമുക്ക് കൊടുത്തേക്കുന്നത് കാണാം. പക്ഷേ നമ്മൾ എയ്തറിൻ്റെ ഓലയുടെ കാര്യത്തിലോട്ട് നോക്കിയപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ബ്രാൻഡ് നെയിമോ കാര്യങ്ങളോ ഒന്നും കണ്ടില്ല. മേ ബി ചിലപ്പോൾ ഒലയുടെ തന്നെ സ്വന്തം മാനുഫാക്ചറിങ് യൂണിറ്റോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാനാണ് സാധ്യത. അതായത് നമ്മൾ ഇതിലൊന്നും എഴുതി വെച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ സൈഡ് പാനലിനെ പറ്റി സംസാരിക്കുന്നത് നമുക്ക് എയ്തറിൽ തന്നെ സൈഡ് പാനൽ സംസാരിച്ച് തുടങ്ങാം. നമ്മൾ എയ്തറിൻ്റെ ഈ ഒരു സൈഡ് പാനലിലോട്ട് നോക്കുമ്പോൾ നമുക്ക് എയ്തറിൻ്റെ ലോഗോയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പക്ഷേ ഈ ഒരു 450 എന്നുള്ള സംഭവം ഈ ഒരു സ്റ്റിക്കർ നമ്മൾ ഷോറൂമിൽ നിന്ന് നമ്മൾ അല്ലാണ്ട് ആക്സസറി ആയിട്ട് ചെയ്യിച്ചാണ്. ഇത് നമുക്ക് അല്ലാണ്ട് കമ്പനി തരുന്നതല്ല. പിന്നെ നമ്മൾ സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ ബാക്കിയെല്ലാം
പ്ലാസ്റ്റിക് പാർട്സും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് പാർട്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇപ്പുറത്തെ സൈഡിലോട്ട് വരുവാണെങ്കിലും നമുക്ക് ഇവിടെയും അത്യാവശ്യം മുമ്പേ പറഞ്ഞ പോലെ തന്നെ വേറൊരു പീസാണ് വന്നിരിക്കുന്നത്. അവിടെയും നമുക്ക് വേറൊരു സ്റ്റിക്കർ പോലെ സംഭവം ഒട്ടിച്ചേക്കുന്നത് കാണാൻ പറ്റും. അതൊരു നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ഷോറൂമിൽ തന്നെ എക്സ്ട്രാ ആക്സസറി ആയിട്ട് ചെയ്തേക്കുന്നത് സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനുണ്ട്. ബാക്കിയെല്ലാം അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്സും കാര്യങ്ങളും തന്നെയാണ് ഏതൻ്റെ ഭാഗത്തോട്ട് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷേ നമുക്ക് ഒലയുടെ ഭാഗത്തോട്ട് വരുമ്പം ഒരു ബൾക്കി ആയിട്ടൊരു വണ്ടിയാണ് നമുക്ക് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഏതൻ്റെ കാര്യത്തിൽ ഒരു ചെറിയ സ്ലീക്ക് ഡിസൈൻ ആയിരുന്നെങ്കിൽ ഒലയുടെ കാര്യത്തിലാണ് ഇത്രയും ഒരു ബൾക്കി ആയിട്ടൊരു സംഭവമാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ എയ്ത്തർ എന്ന് പറയുന്ന ഒരു കൊച്ചുകുട്ടിയാണെങ്കിൽ ഇതൊരു ഫാറ്റ് ബോയ് എന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ അത്രയ്ക്ക് നമുക്കൊരു സൈസ് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ സൈഡിലോട്ട് നോക്കുമ്പോൾ ഈ സൈഡ് നമുക്കിപ്പം ഒരാൾ ഇരിക്കുന്ന ഫുഡ് റെസ്റ്റ് ആണെങ്കിലും എല്ലാം നമുക്ക് ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈൻ എന്ന് പറയാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ബിൽ ക്വാളിറ്റി ഒന്നും അത്ര ശരിയല്ല. ഇത് ചുമ്മാ ഒരുമാതിരി എനിക്കതാണ് കണ്ടപ്പോൾ തോന്നുന്നത്. പക്ഷേ ഏതിൻ്റെ കാര്യത്തോട് ചിന്തിക്കുകയാണെങ്കിൽ അതിനെല്ലാം ഒരു പ്രോപ്പർലി ടക്ക് ചെയ്തേക്കുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത്. അടുത്ത നമ്മൾ സംസാരിക്കാൻ പോകുന്ന സീറ്റ്സിൻ്റെ കാര്യമാണ്. സീറ്റ്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ എയ്ത്തറിലോട്ട് വരികയാണെങ്കിൽ ഒലയെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ചെറിയൊരു സീറ്റാണ്. പക്ഷേ അത്യാവശ്യം നല്ല കുഷനിയും കാര്യങ്ങളും എല്ലാം വരുന്ന ഒരു സീറ്റാണ്. നമുക്ക് അത്യാവശ്യം കൂടുതൽ സ്പോഞ്ചി ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം പക്ഷേ അതൊരു പ്രശ്നമായിട്ടുള്ള രീതിയല്ല. അത്യാവശ്യം പില്ലൻ സപ്പോർട്ടും കാര്യങ്ങളും എയ്ത്തറിൽ കുറച്ച് കുറവായിട്ടാണ് എനിക്ക് തോന്നിയത്. നമുക്ക് ഒലയിലാണ് കുറച്ചുകൂടെ വൈഡ് സീറ്റും കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത് പേഴ്സണലി. പിന്നെ അതുപോലെ നമ്മൾ ഈ സീറ്റ് കവറും നമ്മൾ കമ്പനി ചെയ്യിച്ചാണ്. നമ്മളിപ്പം സീറ്റ് ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കീയിലാണ് നമുക്കതിൻ്റെ ഇത് വരുന്നത്. ഇത് ലെഫ്റ്റ് സൈഡിലോട്ടൊന്ന് സ്വൈപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റും. നമുക്ക് ഒത്തിരി വലിയ സ്പേസ് ഒന്നും വരുന്നില്ല. ഒരു 22 ലിറ്റർ ആണ് നമുക്ക് ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം ക്യാരി ചെയ്യാൻ ഇത് എനഫാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ നമുക്ക് ഒലയുടെ കാര്യത്തോട് ചിന്തിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഒരു കപ്പാസിറ്റിയാണ് നമുക്ക് ഈ ഒലയുടെ കാര്യത്തിൽ വരുന്നത്. നമുക്ക് 33 ലിറ്റർ 34 ലിറ്റർ എന്തോ ആണ് ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഇത് തുറക്കണമെങ്കിൽ ഇച്ചിരി പാടാണ്. നമ്മളൊരു എവിടെയെങ്കിലും ഒരു സാധനമൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് നമ്മൾ ഇത് തുറക്കണമെങ്കിൽ നമ്മൾ ആദ്യം ബട്ടൺ പ്രസ് ചെയ്ത് വണ്ടി ഓണാക്കണം. അതിനുശേഷം പിൻ കോഡ് അടിക്കണം. പിൻ കോഡെന്ന് പറയുമ്പം അത് എപ്പോഴും നമ്മൾ ഓർത്തിരിക്കത്തില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ പിന്നടിച്ച് ഇത് ഓപ്പൺ ആക്കണം. ഓപ്പൺ ആക്കിയതിന് ശേഷം അതും ഇലക്ട്രിക്കലിയാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത്. ഇതിനകത്തൊരു സ്വിച്ച് ഉണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യും. ക്ലിക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് ഇത് ഓപ്പണായി വരുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആൾക്കാർ യൂസ് ചെയ്യുന്ന വണ്ടിയാണ്. കുറച്ച് കാര്യങ്ങളൊക്കെ അതിനകത്ത് കിടപ്പുണ്ട്. പക്ഷേ അത് നോക്കണ്ട, അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് നമുക്ക് നല്ല 2 ഹെൽമെറ്റ് വെച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന രീതിയിൽ പറ്റുന്നൊരു ഹെൽമെറ്റ് അല്ലെങ്കിൽ ഒരു റാക്കാനാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം സ്പേഷ്യസ് ആണ്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ കുറച്ച് എയ്ത്തറിനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ വൈഡ് ആയിട്ടുള്ള സീറ്റ്സാണ്. കുറച്ചുകൂടെ സപ്പോർട്ടും കാര്യങ്ങളെല്ലാം തരുന്നൊരു സീറ്റായിട്ടാണ് എനിക്ക് ഓലയുടെ സീറ്റ്സ് തോന്നിയിട്ടുള്ളത്. പിന്നെ ആകെ ഞാൻ പറഞ്ഞൊരു ഡിസ്കംഫർട്ട് എന്ന് പറഞ്ഞാൽ ഇത് ഓപ്പൺ ആക്കണമെങ്കിൽ ഒരു ടെക്നിക്കലി നോളജ് ഉള്ള ഒരാൾക്ക് മാത്രമേ എയ്തർ ഓല കൊണ്ടുനടക്കാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഇത് മാറ്റണം ഒരു കൊച്ചു പിള്ളേർക്കോ അല്ലെങ്കിൽ ഒരു ഇപ്പോഴത്തെ ജനറേഷൻ ഒരു 35 വയസ്സിന് താഴെയുള്ള ഒരു ജനറേഷന് മാത്രമാണ് നന്നായിട്ട് എഫിഷ്യൻ്റായിട്ട് ഓല കൊണ്ടു നടക്കാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു ബാഡ്ജിങ് വരുന്നുണ്ട് 450 HR. മുമ്പേ ഞാൻ പറഞ്ഞ പോലെ ഹൈ റേഞ്ച് ആണ് ഇതിൻ്റെ മോഡൽ. അപ്പം ഇപ്പം ലേറ്റസ്റ്റ് മൂവ് ആയിക്കൊണ്ടിരിക്കുന്ന മോഡലാണ് HR എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ചെറിയ കുട്ടി ലൈറ്റ് കൂടെ വരുന്നത്. നമുക്ക് ഇത് ഇപ്പം പകൽ കാണുമ്പോൾ വലിയ പർപ്പസ്ഫുൾ തോന്നില്ലെങ്കിലും പക്ഷേ നൈറ്റ് ടൈമിൽ നമ്മൾ വണ്ടി യൂസ് ചെയ്യുന്ന സമയത്ത് ഇതിനകത്തുനിന്ന് എടുക്കാനോ വെക്കാനോ ഉള്ള സമയത്ത് ഇത് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ പ്ലേസിങ് വന്നേക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ വണ്ടിയുടെ ചേസ് നമ്പറും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്ന സംഭവമൊക്കെ ഇവിടെയാണ് കൊടുത്തേക്കുന്നത്. നമ്മൾ ഫ്രണ്ടിൽ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ നമുക്ക് ബ്രേക്ക് മാനുഫാക്ചറിങ് കമ്പനി ഏതാണെന്ന് അവർ ലേബിൾ ചെയ്തിട്ടില്ല. പക്ഷേ ബാക്കിൽ നമുക്ക് അവർ ലേബിൾ ചെയ്തിട്ടുണ്ട്. എന്താണ് ഫ്രണ്ടിൽ കൊടുക്കാഞ്ഞെന്നുള്ള സംഭവം എനിക്കറിയില്ല. പക്ഷേ ബാക്കിൽ അത് അവർ കൊടുത്തിട്ടുണ്ട്. അത് അത്യാവശ്യം വിസിബിളായിട്ടുള്ള രീതിയിലാണ്. ഞാൻ ഒന്ന് വാക്ക് റൗണ്ട് ചെയ്യുന്ന ടൈമിലാണ് ഞാനിത് കണ്ടത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ 2 വണ്ടിയുടെയും ബാക്ക് ഭാഗത്തോട്ട് നോക്കുമ്പോൾ നമുക്ക് ആദ്യം എഴുതേണ്ട കാര്യം തന്നെ സംസാരിക്കാം. ഒരു സ്ലീക്കായിട്ടുള്ള ഡിസൈൻ തന്നെയാണ്. ചെറിയ ഒരു ടെയിൽ സെഷനും ഒരു നമ്പർ പ്ലേറ്റ് ഹോൾഡിംഗ് സെഷനും ലൈറ്റും കാര്യങ്ങളും LED തന്നെയാണ് എല്ലാം വന്നേക്കുന്നത്. ഒരു ചെറിയ ഫീലാണ് നമുക്ക് എഴുത്തറിൻ്റെ ബാക്കിൽ നോക്കുമ്പോൾ കിട്ടുന്നത്. പക്ഷേ നമ്മളിപ്പോൾ ഒലയുടെ ഭാഗത്തോട്ട് വന്ന് സംസാരിക്കുകയാണെങ്കിൽ ഒരു ബൾക്കി ആയിട്ടുള്ള ഡിസൈനാണ് നമുക്ക് ഒലയുടെ ബാക്ക് ഭാഗത്ത് കാണാൻ പറ്റുന്നത്. ഒരു LED ടെയിൽ ലാമ്പ് തന്നെയാണ് ബാക്കിലെങ്കിലും നോക്കുമ്പോൾ നല്ലൊരു ബൾക്കി ആയിട്ടുള്ള രീതിയിലാണ് നമുക്ക് ബാക്കിൽ നിന്ന് തോന്നുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ചാർജിങ് പോർട്ട് വരുന്നത് ഇവിടെയാണ്. അവിടെ തന്നെയാണ് നമ്മുടെ S1 Pro എന്ന് പറയുന്ന ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതിൻ്റെ ചാർജർ എന്ന് പറയുന്നത് നമ്മുടെ ഒലയുടെ തന്നെ മാനുഫാക്ചറിങ് ആയിട്ടുള്ള ചാർജിങ് ഫാസ്റ്റ് ചാർജിങ് എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചാർജിങ് തന്നെയാണ് നമുക്ക് ഒലയ്ക്ക് വരുന്നത്. പക്ഷേ ഏതിൻ്റെ കാര്യത്തോട് വരുവാണെങ്കിൽ നമുക്ക് യൂണിവേഴ്സൽ ചാർജറാണ്. നമുക്ക് അതും ഫാസ്റ്റ് ചാർജിങ് എല്ലാം അവൈലബിൾ ആണ്. പക്ഷേ അതിൻ്റെ ചാർജിങ് സോക്കറ്റ് വരുന്നത് ഇവിടെയാണ്. നമ്മുടെ കീ ഇടുന്നതിൻ്റെ
തൊട്ടടുത്ത് തന്നെയാണ് അതിൻ്റെ ചാർജിങ് സോക്കറ്റും കാര്യങ്ങളൊക്കെ. ഇതും അത്യാവശ്യം നല്ല ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചാർജിങ് സെറ്റപ്പ് തന്നെയാണ് എയ്ത്തറിന് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് ചാർജിങ് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് എയ്ത്തറിന് തന്നെയാണ്. കാരണം നമുക്കിപ്പം ഇതിൻ്റെ ഒരു മൊബൈൽ ആപ്പ് ഉണ്ട്. ആ മൊബൈൽ ആപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് നമ്മളിപ്പോൾ ആലപ്പുഴയിലാണുള്ളത്. നമ്മൾ ഈ ലൊക്കേഷൻ തന്നെ നമുക്കൊരു 4-5 ചാർജിങ് സ്റ്റേഷൻസ് അവൈലബിൾ ആണ്. കൊച്ചിയിലോ ട്രിവാൻഡ്രത്തോ കാര്യത്തിൽ പറയണ്ടല്ലോ. അപ്പം ഒരുപാട് ചാർജിങ് സ്റ്റേഷൻ ഉണ്ട്. അതിപ്പോൾ ഏതെങ്കിലും ചാർജിങ് സ്റ്റേഷനിൽ വണ്ടി ചാർജ് ചെയ്യാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ആപ്പിനകത്ത് നമുക്ക് കാണാൻ പറ്റും. ഇന്ന ചാർജിങ് സ്റ്റേഷനിൽ നമുക്ക് വണ്ടി ചാർജ് ചെയ്തുകൊണ്ടിരിക്കുക, നമ്മളിപ്പം വണ്ടി കൊണ്ട് അങ്ങോട്ട് ചെല്ലണ്ട എന്ന രീതിയിൽ നമുക്ക് ആപ്പിനകത്ത് തന്നെ കാണാൻ പറ്റും. പക്ഷേ ഒലയുടെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരുപാട് അവരുടെ ഒരു ചാർജിങ് യൂണിറ്റ് ഒരുപാട് ഇല്ലാത്ത രീതിയിലാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ പക്ഷേ ഒലയുടെ കാര്യം സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു നല്ലൊരു റേഞ്ച് തന്നെയാണ് ഒലയുടെ കാര്യത്തിൽ കിട്ടുന്നത്. പക്ഷേ എയ്ത്തർ ചെറിയ വണ്ടിയാണ്, ചെറിയ ബാറ്ററിയാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള റേഞ്ച് ഒലയ്ക്ക് കിട്ടുന്നുള്ളൂ. നമുക്കിപ്പം ഇവിടുന്ന് വേണമെങ്കിൽ ഒരു ഫുൾ ചാർജ് നമുക്ക് എറണാകുളത്ത് പോയി ഒന്ന് കറങ്ങാൻ പറ്റുന്ന രീതിയിലാണ് ഒല അതിൻ്റെ ഫുൾ ചാർജിങ് സെറ്റപ്പ്. പക്ഷേ നമുക്ക് ഏതറാണെങ്കിൽ ഒന്ന് എറണാകുളത്ത് ചെല്ലണം, പിന്നെ അവിടെ നിന്ന് തിരിച്ച് വരണമെങ്കിൽ പിന്നെയും ചാർജ് ചെയ്ത് വരുന്ന വഴിക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ ചാർജ് ചെയ്യേണ്ട ഒരു രീതിയിലാണ്. നമ്മളിപ്പം ഇതിന് നല്ല വാർപ്പെന്ന് പറയുന്നൊരു സ്പോർട്സ് മോഡ്, അപ്പോൾ ആ മോഡ് കിട്ടുകയാണെങ്കിൽ നല്ല രീതിയിൽ ഡ്രെയിൻ ചെയ്യുന്നുണ്ട് ബാറ്ററി. പക്ഷേ ആ രീതിയിലുള്ള പെർഫോമൻസ് വണ്ടി തരുന്നുണ്ട്. ഒലയുടെ കാര്യം പിന്നെ പറയണ്ട. ഇതിൻ്റെ ഹൈപ്പർ മോഡ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല അഗ്രസീവ് ആയിട്ടുള്ള മോഡലാണ്. ഇതിൻ്റെ പവർ കൂടാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇതിന് മോട്ടറിൽ നിന്ന് ഡയറക്റ്റ് വീലിലോട്ടാണ് അതിൻ്റെ റോട്ടറി ബെൽറ്റ് വരുന്നത്. പക്ഷേ ഏതെൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ സൈഡിൽ നിന്ന് കുറച്ചൊക്കെ വിസിബിളാണ്. നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. എത്രത്തോളം കാണാൻ പറ്റുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. നമുക്ക് മോട്ടറിൽ നിന്ന് വേറൊരു ബെൽറ്റ് ഇവിടെ വന്നു. അവിടുന്ന് ഡയറക്റ്റ് നമുക്ക് ടയറിലോട്ട് പോകുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു റോട്ടറി സിസ്റ്റം വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ചെറിയൊരു ലാഗ് നമുക്ക് ഫീൽ ചെയ്യും ഓടിക്കാൻ. പക്ഷേ അത് എവിഡൻ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. ചെറിയൊരു ലാഗ് ഫീൽ ചെയ്യും. ഈ ഒല വെച്ച് കമ്പയർ ചെയ്യുമ്പം ചെറിയ ലാഗ് ഫീൽ ചെയ്യും എന്ന രീതി മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. നമുക്ക് ഒലയുടെ ബാറ്ററി വരുന്നത് പറഞ്ഞാൽ 3.9 kW ആണ് ബാറ്ററി. അത്യാവശ്യം വലിയൊരു ബാറ്ററിയാണ് ഒലയ്ക്ക് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ സ്പോർട്സ് മോഡിലിട്ട് നമുക്ക് അത്യാവശ്യം മാന്യമായിട്ടൊരു രീതിയിൽ കൈ കൊടുത്ത് പോകണമെങ്കിൽ ഒരു 100-102 കിലോ അല്ലെങ്കിൽ 110 കിലോമീറ്റർ വരെ നമുക്ക് മാക്സിമം ഓടിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ ഒലയുടെ പെർഫോമൻസ് വരുന്നത്. ബാറ്ററി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം തരക്കേടില്ലാത്തൊരു പെർഫോമൻസ് ആണെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അതുപോലെ നമ്മുടെ എയ്ത്തറിൻ്റെ കാര്യത്തോട് നോക്കുകയാണെങ്കിൽ നമുക്ക് ബാറ്ററി വരുന്നത് പറഞ്ഞാൽ 3.7 kW വരുന്നൊരു ബാറ്ററിയാണ്. നമുക്ക് പഴയ എയ്ത്തറിൽ നമുക്ക് വന്നുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ ഒരു 2.6 വരുന്നൊരു kW വരുന്നൊരു ബാറ്ററിയാണ്. ഇപ്പം ഇത് നമ്മുടെ HR മോഡലായതുകൊണ്ട് ഒരു ബാറ്ററി അപ്ഗ്രേഡും കാര്യങ്ങളൊക്കെ തരുന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റ് വരുന്നത് 3.7 kW വരുന്നൊരു ബാറ്ററിയാണ്. നമുക്കിപ്പം പഴയ വണ്ടികൾക്കാണെങ്കിൽ ഒരു സ്പോർട്സ് മോഡ് ഇട്ട് കഴിഞ്ഞാൽ ഒരു 70-72 നോക്കിയാൽ മതിയാണ്. പക്ഷേ നമ്മുടെ ഈ HR മോഡൽ എന്ന് പറയുമ്പം ഇതിന് കുറച്ചുകൂടെ റേഞ്ച് കൂടുതലുണ്ട്. ഒരു 90 to 100 റേഞ്ചിൽ നമുക്ക് ഇതിലൊരു ഫുൾ ചാർജിൽ സ്പോർട്സിൽ നമ്മൾ മാന്യമായിട്ടൊക്കെ ഓടിക്കുകയാണെങ്കിൽ ഒരു 100 വരെയൊക്കെ പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ ഒരു 90-95 അതാണ് മാക്സിമം നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റേഷ്യോ. കാരണം ഇപ്പം നോക്കുകയാണെങ്കിൽ ബാറ്ററി ഈ HR മോഡലിൻ്റെയും ഓല S1 Proയുടെയും ബാറ്ററി ഏകദേശം ചെറിയ മൈന്യൂട്ട് ഡിഫറൻസ് അല്ലാതെ ഒരു വാസ്റ്റ് ചേഞ്ച് ആയിരുന്നു നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പം ഏകദേശം എല്ലാം ഒരു സെയിം റേഞ്ചിൽ തന്നെയാണ് ബാറ്ററി കപ്പാസിറ്റിയുടെ കാര്യത്തിൽ ഇപ്പം വണ്ടി നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ മീറ്റർ കൺസോളിൻ്റെ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഏതറി കാണാൻ പറ്റുന്നത് എല്ലാ ബേസിക് വണ്ടികളിലും ഉള്ള പോലെ തന്നെ ഒരു കിൽ സ്വിച്ച് കാണാൻ പറ്റും. ഇത് നമുക്ക് കിൽ സ്വിച്ച് ഓൺ ആക്കിയിട്ട് ഈ ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ വണ്ടി ഓൺ ആവും. പക്ഷേ നമുക്ക് ഓയിലയിൽ ഇങ്ങനെ ഒരു സെറ്റപ്പ് അല്ല. നമുക്ക് ഓയിലോട്ട് വരുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇത് നമുക്ക് നോർമലി വണ്ടികളെല്ലാം ഇതിൽ ഹെഡ്ലൈറ്റ് അതിനുള്ള സ്വിച്ചാണ്. പക്ഷേ ഇത് നമുക്കിവിടെ റൈഡ് മാറ്റാനായിട്ടുള്ള ഒരു സ്വിച്ചാണ്. നമുക്കിവിടെ കാണാൻ പറ്റും ഈ മീറ്ററിൽ. നമുക്കിത് ടോഗിൾ ചെയ്യുന്നതനുസരിച്ച് സ്പോർട്സ്, റൈഡ്, എക്കോ, വാർപ്പ് അങ്ങനെ 4 മോഡാണ് നമുക്ക് ഈ എയ്ത്തറിൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ വേറെ സ്വിച്ച് കാണാം. ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിവേഴ്സ് പോകാനുള്ള ഒരു സ്വിച്ചാണിത്. നമുക്ക് ഒരു 3-4 കിലോമീറ്റർ സ്പീഡ് വരെ നമുക്ക് ബാക്കിലോട്ട് ആക്സിലേറ്റർ കൊടുത്ത് വണ്ടി കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഈ മീറ്ററിൻ്റെ ഭാഗത്തോട്ട് വരുമ്പം ഒരു ചെറിയ ഒലയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ചെറിയ മീറ്ററാണെന്ന് നമുക്ക് തോന്നും. പക്ഷേ ഒലയുടെ ഭാഗത്തു നിന്ന് ഒരു വലിയ മീറ്ററായിട്ട് കാണുന്ന രീതിയിൽ ഒരു ഗിമിക്കാണ് കാണിച്ചിരുന്നത്. സത്യം പറഞ്ഞാൽ രണ്ടും ഒരു 7-inch TFT ഡിസ്പ്ലേ തന്നെയാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഫീച്ചറിൻ്റെ കാര്യത്തിൽ ഒല കുറച്ചുകൂടെ മുമ്പോട്ട് നിൽക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു ബേസിക് ഇൻഫർമേഷൻ കാര്യങ്ങളെല്ലാം വരുന്ന ഒരു ബേസിക് ടച്ച് നാവിഗേഷനും എല്ലാം വരുന്ന ഒരു ഡിസ്പ്ലേ തന്നെയാണ്. നമുക്ക് ഏതെല്ലാം അത്യാവശ്യം എല്ലാ ബേസിക് കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റുന്ന രീതിയിൽ എല്ലാ സംഭവങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ബേസിക് ഡിസ്പ്ലേ തന്നെയാണ് നമുക്ക് എയ്ത്തറിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഇപ്പുറത്തെ സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ജോയ്സ്റ്റിക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ വണ്ടി ഓടിക്കുന്ന ടൈമിൽ നമുക്കിപ്പോൾ വണ്ടി ഇതൊന്നും ചെയ്യാണ്ട് തന്നെ നമുക്ക് മോഡ്സോ കാര്യങ്ങളൊക്കെ മാറ്റാനുള്ള രീതിയിൽ
നമുക്ക് ഇവിടെ ഒരു ജോയ്സ്റ്റിക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഇൻഡിക്കേറ്ററിനും ബേസിക് കാര്യങ്ങൾ, ഇൻഡിക്കേറ്റർ, ഹോണ, പിന്നെ ഹൈ ബീം, ലോ ബീം അങ്ങനെ സംഭവം ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ആ ബേസിക് കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് ഈ വണ്ടി നമുക്കൊരു യൂസബിലിറ്റി പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ പുതിയതായിട്ടൊരാൾ വണ്ടി എടുക്കുകയാണെങ്കിൽ, അതായത് ഓടിച്ച് പഠിക്കണം അല്ലെങ്കിൽ ഓടിച്ച് നമുക്ക് ഈ സ്വിച്ചസ് ഒന്നും മനസ്സിലാക്കാനുള്ള പാടൊന്നുമില്ല. ഒരു സ്കൂട്ടർ ഓടിച്ചൊരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് നേരെ വന്ന് ഏതർ എടുക്കാം. ഏതായാലും ഈ കിൽ സ്വിച്ചും ഈ ആക്സിലേറ്റർ ആ സംഭവങ്ങളൊന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ബേസിക് നോളജ് ഉണ്ടെങ്കിൽ നമുക്ക് ആർക്കും എടുക്കാം. പക്ഷേ ഒലയുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ഒലയുടെ ഭാഗത്തോട്ട് വരുവാണെങ്കിൽ നമുക്ക് നേരത്തെ കണ്ട പോലെയല്ല, സ്വിച്ചസ് എല്ലാം ഡിഫറെൻ്റ് ആണ്. ഒരു ബട്ടൺ എഫക്റ്റ് ആണ് നമുക്ക് ഉള്ളത്. നമുക്ക് ഇതിനകത്ത് തന്നെ നമുക്കിപ്പം ഇഗ്നീഷൻ ഓൺ ആക്കാനുള്ളതും അല്ലെങ്കിൽ ക്രൂസ് കൺട്രോളിങ് അങ്ങനെയുള്ള സംഭവങ്ങളും, ഇതിനകത്ത് മ്യൂസിക് നമുക്കിവിടെ സ്പീക്കർ അവൈലബിൾ ആണ്. അപ്പോൾ സ്പീക്കർ പ്ലേ ചെയ്യാനുള്ള അതും അങ്ങനെയുള്ള സംഭവങ്ങളാണ് ഈ റൈറ്റ് സൈഡ് നോക്കുക. പിന്നെ ഇവിടെ നമുക്ക് ഇൻഡിക്കേറ്റർ, ഹോണ, ഹൈ ബീം, ലോ ബീം, ക്രൂയിസ് അങ്ങനെയുള്ള സംഭവങ്ങളാണ് ഇവിടെ ഉള്ളത്. നമുക്ക് പിന്നെ ഈ ഡിസ്പ്ലേയുടെ കാര്യത്തിലോട്ട് നോക്കുകയാണെങ്കിൽ നമുക്കൊരു വലിയ ഡിസ്പ്ലേ പോലെ നമുക്ക് തോന്നും. പക്ഷേ ഇതും ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഒരു 7-inch TFT ഡിസ്പ്ലേ ആണ്. പക്ഷേ ഇത് വണ്ടി ഓൺ ആക്കണമെങ്കിൽ കുറച്ച് പാടാണ്. നമ്മളൊന്ന് ശ്രമകരമായ കാര്യം എന്ന് തന്നെ പറയാം. നമുക്കിപ്പോൾ ഒരു കീ ഇട്ട് നമ്മൾ ഓൺ ആക്കുന്ന പോലെ വരില്ല. ആദ്യം നമ്മൾ ബട്ടൺ പ്രസ് ചെയ്യുക, ബ്രേക്ക് പിടിച്ച് ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം നമ്മൾ പിന്നടിക്കണം. പിന്നടിക്കുമ്പോൾ മാത്രമേ നമുക്ക് വണ്ടി അൺലോക്ക് ആവുള്ളൂ. പക്ഷേ ഇതിപ്പോൾ ഒരു അഡ്വാൻസ് ഫീച്ചർ അല്ലെങ്കിൽ ഒരു പുതിയ മോഡേൺ ടെക്നോളജി പോലെ തോന്നുമെങ്കിൽ നമ്മളൊരു മഴയത്തൊക്കെ വന്ന് ഇങ്ങനെ പിന്നൊക്കെ അടിച്ച് വണ്ടി എടുത്തുകൊണ്ട് പോകുന്ന കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. അല്ലെങ്കിൽ ഒരു റൈഡിങ് ഗ്ലൗസ് ഒക്കെ യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ റൈഡിങ് ഗ്ലൗസ് ഇട്ടിട്ട് വന്ന് ഇത് പിന്നടിക്കുന്ന കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പെട്ടെന്നൊരു ഷോപ്പിംഗ് കഴിഞ്ഞ് വരുവാണ്, ഷോപ്പിംഗ് കഴിഞ്ഞ് നേരെ വന്നു ഇതിനകത്ത് സാധനം വെക്കണം, സാധനം വെക്കുമ്പം നമുക്ക് പിന്നടിക്കണം. അതൊരു കീ വേണം എന്നൊരു സംഭവം കൂടെ ഉണ്ടായിരുന്നു. ഒരു കീയും കൂടെ അഡീഷണലി കൊടുത്തിരുന്നെങ്കിൽ ബെറ്റർ ആയിരുന്നു എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് മൊബൈലിൽ ആപ്പ് ഉണ്ട്. മൊബൈൽ ആപ്പ് നമ്മൾ മൊബൈലിൽ കൊണ്ട് അടുത്ത് വരുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി വണ്ടി ഡിറ്റക്റ്റ് ചെയ്യുകയും അൺലോക്ക് ആവുകയും ചെയ്യുന്ന ഫീച്ചറുണ്ട്. പക്ഷേ ഒലയുടെ കാര്യത്തിലോട്ട് നമ്മൾ വരുമ്പം ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ബഗ്ഗിൻ്റെ കാര്യത്തിൽ അയ്യരുകളിയാണ്. എവിടെ തപ്പിയാലും ബഗ്ഗാണ്. നമ്മൾ ഇപ്പം ഈ ഇടയ്ക്കൊരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. നമ്മൾ ഇതിനകത്ത് റിവേഴ്സ് മോഡ് വണ്ടി നോർമലി ഉള്ള നോർമൽ മോഡ് ഇട്ടിട്ട് ആക്സിലേറ്റർ കൊടുക്കുകയാണെങ്കിൽ വണ്ടി റിവേഴ്സായിട്ട് പോകും. ഒന്ന് ആലോചിച്ച് നോക്കി. നമുക്കിപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള വണ്ടിയാണ്. കൊച്ചു കുട്ടികളെ വരെ നമ്മൾ ഫ്രണ്ടിൽ നിർത്തിക്കൊണ്ടും ഒക്കെ നമ്മൾ വണ്ടി എടുക്കുന്നതാണ്. ആ ഒരു ടൈമിൽ നമുക്ക് ഇതുപോലൊരു ഇഷ്യൂ നമ്മൾ ഫേസ് ചെയ്യുകയാണെങ്കിൽ നമുക്കുണ്ടാകാൻ പോകുന്ന ഇഷ്യൂ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പം സോഫ്റ്റ്വെയറിൻ്റെ കാര്യത്തിൽ പറയണ ഒരുപാട് അപ്ഡേറ്റ്സ് ഇപ്പോഴും വരുന്നുണ്ട്, കുറേ നാളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ പറയുകയാണെങ്കിൽ ഒരുപാട് ഇഷ്യൂസ് മൊബൈൽ ആപ്ലിക്കേഷൻ്റെ കാര്യത്തിലാണെങ്കിലും ഇതിൻ്റെ ഈ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഏതിൽ നോക്കിയാലും ഒരുപാട് ബഗ്സ് ഇനിയും റെക്ടിഫൈ ചെയ്യാനുണ്ട്. ആരാണ് ഇതിൻ്റെ QA ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് ടെസ്റ്റ് ചെയ്യുന്നവർ പ്രോപ്പർലി ടെസ്റ്റ് ചെയ്യാൻ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ബഗ്സിൻ്റെ നല്ല രീതിയിൽ ബഗ്സ് ഉണ്ട്. ഇനി ഈ പല പാർട്സും നമുക്ക് ഈ ഫിറ്റിംഗ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. പക്ഷേ ഫീച്ചറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഒല മുമ്പിൽ തന്നെയാണെങ്കിൽ റിലയബിലിറ്റിയുടെയും യൂസബിലിറ്റിയുടെയും കാര്യത്തിൽ നമുക്ക് ഏതറിന് തന്നെ ഒരു നല്ല സ്റ്റാർ കൊടുക്കാൻ പറ്റും. കാരണം ഇവർ ഒരു ബേസിക് കാര്യം കൊണ്ടുവന്നു, അത് ഇംപ്ലിമെൻറ്റ് ചെയ്തു, അത് അടിപൊളിയാക്കി കൊണ്ടുപോയി. ഇത് നിങ്ങൾക്ക് തന്നെ അറിയാം, ഒല ഇറങ്ങിയിട്ട് വിവാദങ്ങൾ, ഒരു ഒലയുടെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഇപ്പം നമ്മൾ ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും വേറെ യൂട്യൂബ് ആണെങ്കിലും ഏതെടുത്ത് നോക്കിയാലും കമൻസിൻ്റെ സെക്ഷനിലോട്ട് പോയി കഴിഞ്ഞാൽ മൊത്തം കംപ്ലയിൻസ് ആണ്. നമ്മൾ ബാറ്ററി അത് പോയി, മറ്റേ ഇത് പോയി, അത് ചെയ്തു, ഇത് ചെയ്തു. ഈ വണ്ടി തന്നെ ഇറക്കിയിട്ട് നമ്മളൊരു 6 മാസത്തിൽ താഴെ ആകുന്നുള്ളൂ. എല്ലാ മാസത്തിൽ ഒരു വട്ടമെങ്കിലും ഷോറൂമിൽ കയറ്റാറുണ്ടെന്നാണ് ഇതിൻ്റെ ഓണർ നമ്മളോട് പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഏജൻ്റെ ഭാഗത്തോട് ചിന്തിക്കുകയാണെങ്കിൽ 2000 കിലോമീറ്റർ ഈ വണ്ടി ആയിട്ടുള്ളൂ. പക്ഷേ ഇതുവരെ നമ്മൾ ഷോറൂമിൽ പോകേണ്ട അവസ്ഥ ഇതുവരെ വന്നിട്ടില്ല എന്നാണ് ഇതിൻ്റെ ഓണർ നമ്മളോട് പറഞ്ഞത്. സംഭവം എന്ന് പറഞ്ഞാൽ ഏതറിന് വരുന്നത് എല്ലാ 5000-ലുമാണ് നമ്മൾ സർവീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓയിൽ ചേഞ്ചും കാര്യങ്ങളൊന്നും വരില്ല, ജസ്റ്റ് ചെക്കപ്പാണ്. എല്ലാ ഫ്യൂസും കാര്യങ്ങളും എല്ലാം അവരൊന്ന് ക്ലീൻ ചെയ്ത് ഇൻസെർട്ട് ചെയ്യും. അത് എല്ലാ 5000-ലുമാണ്. അതുപോലെ തന്നെ ഓലയ്ക്കും അങ്ങനെ അവരൊരു ടൈം പീരീഡ് പറയുന്നുണ്ട്. പക്ഷേ നമുക്ക് ഒരു ഫിക്സഡ് ആയിട്ടൊരു ടൈം പീരീഡ് അവർ പറയുന്നില്ല. അവർ പറഞ്ഞത് എല്ലാ ഒരു 1 ഇയറോ അങ്ങനെ 10,000 അല്ല 15,000 കിലോമീറ്ററിൽ ബെൽറ്റിന് എന്തോ ചേഞ്ച് കാര്യങ്ങളോ ഒക്കെ പറയുന്നുണ്ട്. അല്ലാതെ അവരൊരു പ്രോമിസിങ് ആയിട്ട് ഇന്ന ടൈമിൽ കൊണ്ടുപോകുക അങ്ങനെ സംഭവങ്ങളൊന്നും പറയുന്നില്ല. പക്ഷേ ഇതിൻ്റെ കാര്യത്തോട് ചിന്തിക്കുകയാണെങ്കിൽ എല്ലാ 5000 കിലോമീറ്ററിലും വണ്ടി കൊണ്ടുപോകാൻ നമുക്ക് സർവീസിങ് ഉണ്ട് രീതിയിൽ പറയുന്നുണ്ട്. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ്റെ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഒരു ഏതർ യൂസർ ആയിരിക്കും ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫൈ ഒരു ഒല യൂസറിനേക്കാൾ. ഒലയിലെ കാര്യത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം ഫീച്ചർ ലോഡെന്ന് പറയും. ഈ സ്പീക്കർ ഞാൻ എൻ്റെ ഒരു എലയുടെ വീഡിയോയിൽ ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഒരു കോമൺ മാൻ എന്തിനാണ് ഒരു സ്പീക്കർ ഇവിടെ, അല്ലെങ്കിൽ ഒരു ആവശ്യമില്ലാത്ത ഒരുപാട് ഗിമിക്സ്. അതുപോലെ തന്നെ നമുക്ക് ഈ റീജനറേറ്റീവ് എനർജി എന്ന് പറഞ്ഞൊരു സാധനം നമുക്ക് ഒലയിൽ അവൈലബിൾ ആണ്. അതായത് ഈ ആക്സിലേറ്റർ ഫ്രണ്ടിലോട്ട് ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്കിംഗ് അപ്ലൈ ആവും, നമുക്ക് കുറച്ചുകൂടെ ഇത് സേവ് ചെയ്യാം എന്ന രീതിയിൽ നമുക്ക് ഇങ്ങനെ ആക്സിലേറ്റർ ഫ്രണ്ടിലോട്ട് ട്വിസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഈ സംഭവം കുറച്ച് എനർജി സേവ് ചെയ്യുന്നുണ്ട്, ശരിയാണ്. പക്ഷേ
ഈ സംഭവം നമുക്ക് ഏതെല്ലാം അവൈലബിൾ അല്ല. ഇതും ചില ടൈമിലൊന്നും പ്രോപ്പർലി വർക്കിംഗ് അല്ല. അതായത് ഇത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ബ്രേക്കിംഗ് എഫക്റ്റ് എന്ന് പറയാൻ പറ്റും. പക്ഷേ ഒരു ഹൈ സ്പീഡിൽ വന്നിട്ട് ഇത് പിടിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു രീതിയിൽ ഒരു ബ്രേക്കിംഗ് എഫക്റ്റ് കിട്ടുന്ന പോലെ എനിക്ക് തോന്നില്ല. ചെറിയൊരു നമ്മൾ ആക്സിലേറ്റർ ത്രോട്ടിൽ കട്ട് ഓഫ് ചെയ്യുവാണെങ്കിൽ വരുന്ന ഒരു ലാഗ്, ആ ഒരു ലാഗ് തന്നെയാണ് നമുക്ക് വരുന്നതാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് മുമ്പേ ഞാൻ ഒലയിൽ പറഞ്ഞ പോലെ നമുക്ക് ഈ ഏത്തറിലൊരു റീജനറേറ്റീവ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന പരിപാടിയുണ്ട്. പക്ഷേ അതൊരിക്കലും ആക്സിലേറ്റർ മുമ്പോട്ട് ത്രോട്ടിൽ കട്ട് ചെയ്ത് അങ്ങനെ ഒരു സംഭവമല്ല. നമുക്ക് നോർമലി ആക്സിലേറ്റർ കൊടുത്ത് വെക്കുക, വിടുന്ന ടൈമിൽ തന്നെ നമുക്ക് ഡിസ്പ്ലേയിൽ കാണാൻ പറ്റും ഒരു ഗ്രീൻ കളർ ലൈറ്റ് ചേഞ്ച് ആയിട്ട് റീജനറേറ്റീവ് എനർജി എന്ന സംഭവം ഒലയ്ക്കുണ്ട്. പക്ഷേ അതൊരിക്കലും നമ്മുടെ ഏത്തറിലുണ്ട്. ഒരിക്കലും അത് ഒലയിലുള്ള പോലെ ഒരു അഡീഷണൽ ഫീച്ചർ പോലെ യൂസർ ഒരു ചെയ്യേണ്ട ഒരു പരിപാടിയായിട്ടല്ല. നോർമലി ത്രോട്ടിൽ കട്ട് ഓൺ ചെയ്യുന്ന രീതിയിൽ വരുന്ന രീതിയായിട്ട് തന്നെയാണ് വന്നേക്കുന്നത്. അതുപോലെ തന്നെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തൊരു സംഭവമാണ്, നമ്മൾ സിറ്റി ട്രാഫിക്കിൽ ഫ്ലിക്ക് ചെയ്തുകൊണ്ട് പോകുന്ന സമയത്ത് നമുക്ക് ഏത്തറിലാണെങ്കിൽ ഒരേ ടൈമിൽ തന്നെ ആക്സിലേറ്റർ കൊടുത്തുകൊണ്ട് നമുക്ക് ബ്രേക്ക് അപ്ലൈ ചെയ്യാം. അപ്പം നമ്മൾ ഈ ഫ്ലിക്ക് ചെയ്തുകൊണ്ട് പോകുന്ന സമയത്ത് ആക്സിലേറ്റർ നമ്മളിപ്പം ബൈക്കിലൊക്കെ ചെയ്യുന്നത് ആക്സിലേറ്റർ ത്രോട്ടിൽ കൊടുക്കുകയും ചെയ്യാം, ക്ലച്ച് നമുക്ക് ബാലൻസ് ചെയ്യാം. അപ്പം നമുക്കൊരു നല്ലൊരു ബാലൻസിങ് കിട്ടും. പക്ഷേ ഒലയുടെ ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു പരിപാടി നടക്കില്ല. കാരണം നമുക്ക് ആക്സിലേറ്റർ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ബ്രേക്ക് ചെറുതായിട്ടൊന്ന് ടച്ചായി തന്നെ നമുക്ക് ആക്സിലേഷൻ കട്ടാവും. അപ്പം ഒരു ബിഗിനർ സ്റ്റേജിലുള്ള ഒരു ലേഡിയോ അല്ലെങ്കിൽ ഒരു 18 വയസ്സ് 19 വയസ്സുള്ള ഒരു ന്യൂബി ഒരാൾ വന്ന് വണ്ടി എടുക്കുമ്പോൾ അയാൾക്ക് ഒരുപാട് ബാലൻസിങ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഒലയുടെ ഭാഗത്ത് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. പക്ഷേ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഒരുപാട് ഫീച്ചറും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ അത്യാവശ്യം സാധനങ്ങളെല്ലാം ഉണ്ട്. ഇതുപോലുള്ള ബേസിക് നമ്മളൊരു സ്കൂട്ടറിലും ബൈക്കിലും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ, ആ സാധനങ്ങളെല്ലാം ഏതെല്ലാം അടങ്ങിയിട്ടുണ്ട്. അപ്പം ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ലെങ്കിൽ ഒരു യൂസർ ഫ്രണ്ട്ലി ഒരു മോട്ടോർ സൈക്കിൾ എന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ ഒരു ഏത്തർ ആയിരിക്കും എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുക. കാരണം ഓല ഒരു മോശം വണ്ടിയാണെന്ന് ഞാൻ പറയുന്നില്ല. ഓല ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം ഉള്ള ഒരു വണ്ടി തന്നെയാണ്. പക്ഷേ ഇനിയും ഒരുപാട് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന സാധനം ഒലയുടെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ വളരെ കുറവെന്ന് തന്നെ പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ വണ്ടിയുടെ ബുക്കിംഗ് ഡീറ്റെയിൽസ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഏതർ നമുക്ക് ഷോറൂമിൽ പോയി തന്നെ ബുക്ക് ചെയ്യേണ്ടി വരും. പക്ഷേ ഒലയുടെ കാര്യത്തിലോട്ട് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. നമുക്ക് ഓൺലൈൻ ബുക്ക് ചെയ്യാം. നമുക്ക് ഏത് ഷോറൂം വേണമെന്ന് നമുക്ക് ഓൺലൈനിൽ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആധാർ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഓൺലൈനിൽ തന്നെ ഫില്ല് ചെയ്ത് നമ്മുടെ എത്ര നാളത്തേക്കാണ് ബുക്കിംഗ് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം അല്ലെങ്കിൽ വെയിറ്റിംഗ് പീരീഡ് കാര്യങ്ങളെല്ലാം നമുക്ക് ഓൺലൈനിൽ തന്നെ കാണാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ വീട്ടിൽ ഡെലിവറി ചെയ്യും, അല്ലെങ്കിൽ ഷോറൂമിൽ പോയി എടുക്കണമെങ്കിൽ നമുക്ക് ഷോറൂമിൽ പോയി എടുക്കാം. ഇത് ഗവൺമെൻറ് സബ്സിഡിയും കാര്യങ്ങളും എല്ലാം വരുന്ന ഒരു വെഹിക്കിളാണ്. അപ്പം ഫെയർ 2 സബ്സിഡിയാണ് ഇപ്പോൾ ഉള്ളത്. അടുത്ത മാർച്ച് ഏപ്രിൽ ടൈം ആകുമ്പോഴത്തേക്ക് ഫെയർ 3 സബ്സിഡിയിലോട്ട് മാറുന്നതായിരിക്കും. അടുത്ത നമ്മൾ റേറ്റിൻ്റെ ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒലയെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 15,000 രൂപ എറൗണ്ട് ഏത്തറിനെ വെച്ച് കമ്പയർ ആണെങ്കിൽ ഒലയ്ക്ക് ഒരു 15,000 രൂപയ്ക്ക് അറൗണ്ട് കുറവുണ്ട്. നമുക്കിപ്പം ഈ വണ്ടി കറൻ്റ്ലി വിറ്റ് വന്ന മാർക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് 1,70. ഏത്തർ നോക്കുകയാണെങ്കിൽ 1,85 അത് കാരണം ഏതർ ഇപ്പോൾ പുതിയതായിട്ട് വന്നേക്കുന്ന HR എന്ന് പറയുന്ന ബാറ്ററി ഹൈ റേഞ്ച് ബാറ്ററി കപ്പാസിറ്റിയും കാര്യങ്ങളും എല്ലാം വരുന്നതുകൊണ്ട് കുറച്ചുകൂടെ റേറ്റും കാര്യങ്ങളെല്ലാം നമ്മുടെ ഏത്തറിന് ഇപ്പം കൂടുതലാണ്. അതുപോലെ അടുത്ത വാറണ്ടിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മളിപ്പം ഏതറിനാണ് വാറണ്ടിയുടെ ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ കൂടുതലുള്ളത്. നമുക്ക് 5 വർഷത്തെ വാറണ്ടിയും കാര്യങ്ങളെല്ലാം ഏതറിന് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ബാറ്ററി ഹെൽത്ത് ഇപ്പോൾ ഒരു ഐഫോൺ ഒക്കെ നോക്കുന്ന പോലെ ബാറ്ററി ഹെൽത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 70% താഴെ ബാറ്ററി ഹെൽത്ത് പോകുകയാണെങ്കിൽ ഏതറിൻ്റെ ബാറ്ററി കംപ്ലീറ്റ്ലി ഷോറൂമിൽ തന്നെ മാറി തരുമെന്നാണ് അവർ പറയുന്നത്. പക്ഷേ നമ്മുടെ ഒലയുടെ കാര്യത്തോട് നോക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. നമുക്ക് 3 വർഷത്തെ വാറണ്ടി ഉണ്ട്, വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാം വാറണ്ടി, ഒരു 2 വർഷം കൂടെ അഡീഷണൽ വാറണ്ടി നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാവുന്നതാണ്. പക്ഷേ ബേസിക്കലി വാറണ്ടി 3 വർഷവും ഏത്തറിൻ്റെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ 5 വർഷമാണ്. എനിക്ക് തോന്നുന്നു ഏത്തറാണെന്ന് തോന്നുന്നു കുറച്ചുകൂടെ ബെറ്റർ വരുന്നത്. കാരണം ബാറ്ററിയുടെ കപ്പാസിറ്റിയാണ് ഒരു ഇലക്ട്രിക് വെഹിക്കിളിനെ എത്രത്തോളം പവർഫുൾ ആക്കാൻ പറ്റും അത്രത്തോളം പവർഫുൾ ആക്കുന്നത്. അപ്പം ബാറ്ററി ഒരു 70% ഹെൽത്ത് താഴെ പോയി കഴിഞ്ഞാൽ അവർ മാക്സിമം ബാറ്ററി മാറ്റിത്തരാൻ തന്നെ ശ്രമിക്കുന്നുണ്ട്. അതൊരു നല്ല കാര്യം തന്നെയാണ്, നമ്മൾ നോട്ടീസ് ചെയ്ത് പറയേണ്ട ഒരു സംഭവം തന്നെയാണ്. അപ്പം ഇത്രത്തോളമാണ് എനിക്ക് ഈ 2 വണ്ടിയുടെ കാര്യത്തിൽ നിന്ന് സംസാരിക്കാനുള്ളത്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഒരു ബേസിക് ഐഡിയ ഏത് വണ്ടി നിങ്ങളുടെ പർപ്പസിന് ഏത് വണ്ടി വേണം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഇത്രത്തോളം തന്നെ ഉള്ളൂ നമ്മുടെ ഈ ഏത്തർ ആൻഡ് ഓല കമ്പാരിസൺ വീഡിയോ. നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസോ ക്ലാരിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചോദിക്കുകയാണ്, ഞാൻ കമൻറ്റ് എല്ലാം വായിക്കുന്നതായിരിക്കും. അപ്പം ഞാൻ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് നടത്തേണ്ട കാര്യങ്ങളുണ്ടോ, ഞാൻ എന്തെങ്കിലും കൂടുതൽ സംസാരിക്കേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഞാൻ കമൻറ്റ് ചെയ്ത് അറിയിക്കാം. ഞാൻ എല്ലാം റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ ആൻഡ് ഈസ് സൈനിങ് ഓഫ് ഫ്രം ഷാഗിൽ.